12 BD 10 BD आएगा लास्ट 10 BD അവസാനം ഇത്രയും നാളെ കറങ്ങി വന്നിട്ട് ഒരു മെഷീൻ അങ്ങ് വാങ്ങിച്ചു. അപ്പോൾ അത് വാങ്ങിയല്ലേ? എന്നാൽ പോലെ ഒറിജിനലെ വെല്ലുന്ന ചെടികളാണ് ഇതൊക്കെ, കണ്ടില്ലേ? രണ്ട് ഉപയോഗം നടക്കും. ഹലോ ഹബീബി, നമ്മളിന്നേ ഡ്രാഗൺ സിറ്റിയിൽ വന്നതാണ് ഫിഷിങ്ങിൻ്റെ കുറച്ച് ഐറ്റം വാങ്ങിക്കാനായിട്ട്. നോക്കാം, നമുക്ക് എന്തെങ്കിലും പറ്റുന്ന സാധനം ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഡ്രാഗൺ സിറ്റി ഫുള്ള് കണ്ടിട്ട് വരാം. എന്തായാലും കാണാതിരിക്കില്ലല്ലോ. ഡ്രാഗൺ സിറ്റി കാണാം, വാ നോക്കാം. എന്തായാലും കാണാതിരിക്കത്തില്ല. അപ്പോൾ വാ, നമുക്ക് ഡ്രാഗൺ സിറ്റി കണ്ടിട്ട് വരാം. വാ. വരുന്നുണ്ടോ? ബൈ. कितना? ये 22 BD. हाँ, डिस्काउंट 2 BD, 20 BD कमिंग लास्ट. 20 BD. आपका शॉप का नाम क्या है? लकी मोमेंट. लकी मोमेंट. शॉप नंबर 035 this side and this side 450 Dragon City. Gate number 2 and 3 inside. Okay. Okay. ये अच्छा क्वालिटी है. Silicon original silicon. സിലിക്കോൺ. ശിവേട്ടൻ ഇവിടെ ഉള്ളവരെ കൊണ്ട് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയാണ് ശിവേട്ടൻ. ഓക്കെ, താങ്ക് യു ബൈ. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ഓക്കെ. താങ്ക് യു ബൈ. അപ്പോൾ അത് വാങ്ങിയല്ലേ? എന്നാൽ പോലെ ഇവിടെ തന്നെ വെച്ചാൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ പോരെ. ദേ, ഷോപ്പ് നമ്പർ 31 ഗാർഡനിങ്ങിനായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയെടുത്തതാണ്. നല്ല ഭംഗിയുണ്ട്, കണ്ടില്ലേ? കാർപ്പറ്റും ഒറിജിനലെ വെല്ലുന്ന ചെടികളാണ് ഇതൊക്കെ, കണ്ടില്ലേ? അതെ, ഒറിജിനൽ പോലെ തോറ്റു അല്ലേ? നാരങ്ങ വേണോ? നാരങ്ങയുടെ കായ്ച്ച് നിൽക്കുക, കണ്ടില്ലേ? ഷോപ്പ് നമ്പർ 98 കുറേ സ്റ്റിക്കുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്കത് നോക്കിയിട്ട് വന്ന് വിചാരിച്ചു. വെള്ളോട്ട് പോകണ്ട കേട്ടോ. വെള്ളോട്ട് പോയാൽ അവനോടുണ്ട്. വെള്ളോട്ട് പോകണ്ട, വെളിയിൽ സെക്യൂരിറ്റി ഉണ്ട്. അവൻ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇങ്ങനെ അകത്തോട്ട് കയറിക്കും. कितना है? 12 BD. 12 BD 10 BD आएगा लास्ट 10 BD है. अच्छा है. बस ജിഗ്ഗിങ്ങിന് പറ്റിയ സാധനമാണ്. ആക്ഷനാണ്, കണ്ടല്ലേ? ഹെവി ആക്ഷനാണ്. कौन सा कंपनी? 12 BD. कंपनी कौन सा? कास्टिंग चाइना. നമുക്ക് ഇതേപോലത്തെ ഒരു ബാഗ് വാങ്ങിക്കണം. നോക്കാം, വില കുറച്ച് നേരം തരുവാൻ നമുക്കിത് വാങ്ങിക്കാം. കുറച്ച് ഹെവിയാണ്. ഇത് വേണ്ട, ഇത്രയും മാത്രം മതിയായിരുന്നു. ഇത് വേണ്ട, ദൂരം വെക്കാൻ പറ്റുന്നത് നല്ലതായിരുന്നു. ഓൺലൈനിൽ 7 BD है अली एक्सप्रेस. वो सेम नहीं है. പക്ഷെ ആ ബാഗിൽ എൻ്റെ നോട്ടം വെച്ചു. ഞാൻ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബാഗിലാണ്. ചൈന ചൈന क्वालिटी अच्छा है. नहीं क्वालिटी अच्छा है. वाटर प्रूफ है. ये इसको आपको बेल्ट भी है साथ में യൂസ് ചെയ്യാൻ सकते സെപ്പറേറ്റ്. അടിച്ച് നമുക്ക് മാറ്റി നമുക്ക് ബെൽറ്റായിട്ട് ഉപയോഗിക്കാം. ഇത് ഇച്ചിരി നൈസാണ്. വലിയ ബാഗും ഉണ്ട്, ചെറിയ ബാഗും ഉണ്ട്. രണ്ട് ഉപയോഗം നടക്കും. സോളാർ റെയിൽ എന്ന് പറഞ്ഞ ഷോപ്പാണിത്. കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഭയങ്കര വെറൈറ്റി തോന്നി. ഇത് കണ്ട മെസ്സിയും റൊണാൾഡോ ഒക്കെ ഇരിക്കുന്നുണ്ടല്ലേ? എംബാപ്പെ എല്ലാവരും ഉണ്ട് ഇവിടെ.
അയ്യോ നല്ല രസമുണ്ട്. ഈ ഷോപ്പ് നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ. കീ ചെയിനുണ്ട്, ക്യാപ്പുണ്ട്, പിന്നെ കുട്ടികൾക്ക് കുറേ വെറൈറ്റികളുള്ള ഷോപ്പാണ്. അടിപൊളി ഷോപ്പാണത്. എന്താ പോണ്ടേ? 164 MX ഷോപ്പ് എന്ന് പറയുന്ന ഷോപ്പിൻ്റെ പേര്. MX ഷോപ്പ്. ഇവിടെ കണ്ടില്ലേ നല്ല അടിപൊളി. നടന്നു പോയപ്പോൾ ഭയങ്കര രസം തോന്നി. ആ പിക്ചറൊക്കെ ഉണ്ടല്ലേ. ഓ നൈസ് ഡിസൈനിങ്. എല്ലാം ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്കിൽ അതൊക്കെ കണ്ടില്ലേ, ബ്ലാക്കിൽ ചെയ്ത പിക്ചർ കണ്ടില്ലേ, എന്ത് ഭംഗിയാണത്. കണ്ടോ സിലിക്കോണിൽ ബേബീസിൻ്റെ കുറേ ടോയ്സ് നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഇത് ക്യൂട്ടാണെന്ന് നോക്കി. ഹലോ ഹലോ. ഡ്രാഗൺ സെറ്റിൽ തന്നെയുള്ള ഷോപ്പ് നമ്പറാണ് 130. എന്തൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ? ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ളത് ഹലുവയാണ്. ബഹ്റൈനി ഹലുവ. അതേ ഉള്ളൂ സ്പെഷ്യൽ അല്ലേ? വേറെ ഇത് വെറൈറ്റിയാണ്. അതെന്താണത്? ഓരോന്ന് പറഞ്ഞു. ഓരോന്നൊന്നും അത് അധിക സാധാ അതുമാണ്. സ്പെഷ്യലാണ് മലക്കി സഫ്രാൻ. അത് റമ്മർ മലക്കി സഫ്രാൻ. അത് തിൻ ഫിഗ്. അതാണ് സ്പെഷ്യൽ കൊടുത്ത. ഓക്കെ ഓക്കെ. ഉപയോഗിക്കുന്നുണ്ട്. ഇറാൻ്റെ സാധനം. ഇറാൻ. അതുപോലെ തന്നെ ബേബി കുക്കുംബർ അല്ലേ? കുക്കുംബർ അവിടെ നന്നായിട്ട് കഴിക്കും. കൊള്ളാം. 8 പോലും ശരി. അവനോട് ലാസ്റ്റ് എത്ര വരും? Eight BD? Okay, no problem. Okay, thank you. 8 BD. അപ്പം നമ്മൾ അവസാനം ഇത്രയും നാളെ കറങ്ങി വന്നിട്ട് ഒരു മെഷീൻ അങ്ങ് വാങ്ങിച്ചു. ഡ്രില്ലിങ് മെഷീനല്ല, സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യാൻ. ചെറിയ തടിയിലൊക്കെ നമുക്ക് സ്ക്രൂ ഒക്കെ ഉണ്ടാക്കി ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഫിഷിംഗ് സാധനം നോക്കാൻ പോയിട്ട് ഫിഷിംഗ് സാധനം ഒന്നും കിട്ടിയില്ല. അപ്പോൾ എന്തൊക്കെയായിട്ടാ വാങ്ങിച്ചത്? ഒരു ഡ്രില്ലിംഗ് മെഷീനും ഒരു എക്സോസ്റ്റ് ഫാനും. അപ്പം ഫിഷിംഗ് സാധനം വാങ്ങിക്കാൻ വന്നത്, പക്ഷേ അത് കിട്ടിയില്ല. എന്തായാലും അത് രണ്ടെണ്ണം വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. ഓക്കെ, ബൈ.